ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തമിഴ്നാട്ടിൽ വ്യാപകമായ ഇ ഡി പരിശോധന എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. AIADMKയുടെ മന്ത്രിയായിരുന്ന സി വിജയഭാസ്കറിൻ്റെ വസതിയിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ജി സ്ക്വയർ ഗ്രൂപ്പിലും റെയ്ഡ് നടക്കുന്ന സൂചനയുണ്ട്. നമുക്ക് ഇതിനു മുൻപ് തന്നെ ജി സ്ക്വയർ ഗ്രൂപ്പിനെതിരെ റെയ്ഡ് നടന്നിരുന്നു. ആരോപണങ്ങൾ അനവധി ഉയർന്നിരുന്നു. കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒപ്പം സിനിമാ താരങ്ങളുടെയും ഒക്കെ പണം ഈ ജി സ്ക്വയർ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ച് വലിയ രീതിയിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. വലിയ ഗ്രൂപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ റെയ്ഡിന് ശേഷം തമിഴ്നാട്ടിൽ തന്നെ ഒരു വലിയ ഭൂകമ്പം സൃഷ്ടിക്കാവുന്ന തരത്തിലേക്ക് ഉള്ള വാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. 12 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുമോ ഇല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് റെയ്ഡ് നടക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങൾ പുറത്തില്ല. ഏതായാലും ഈ റെയ്ഡിന് ശേഷം എന്താണ് വിവരം എന്നുള്ളത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.